ബിസ്മില്ല മുഴുവൻ ചൊല്ലി ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാ പിന്നെ ഞാൻ മൊഴിയുന്നു. ആലമിനാകെ റഹ്മത്തായി വന്നുള്ള മുത്ത് മുഹമ്മദ് നബിയരിൽ സ്വല്ലല്ലാഹ്. ഖൈറുൽ ഖുറൂനിൽ വന്നു ദീനവിടത്തില്, കലർപ്പില്ല തീരെ വളർന്നു വന്നൈക്യത്തില്. 22 വന്നു മറ്റൊരു കൂട്ടര്, ഐക്യം തകർക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഇതു കണ്ട് പണ്ഡിതന്മാരുടൻ ചിന്തിച്ചു, റബ്ബിന്റെ ശാപം ഏൽക്കുമോ പേടിച്ച്. ഖുതുബുസ്സമാന മുല്ലക്കോയ തങ്ങളും അതുപോലെ ആരിഫീങ്ങളാം ഉലമാക്കളും 26 ചേർന്നു ശൂറായോഗം. സമസ്തക്ക് രൂപം നൽകി നമ്മുടെ ഭാഗ്യം. ഒരു വലിയ പണ്ഡിത നിരയതാ ഒരുങ്ങുന്നു, ബിദ്അത്തിനെതിരായി പൊരുതുവാൻ ഇറങ്ങുന്നു. അവിടം മുതൽ ഒരുപാട് കാലം ഒരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ വന്നു സുഖത്തിലായി. 74 വന്നു മൗലവിയൊന്ന്, അവിടം മുതൽ പ്രശ്നങ്ങളും തുടങ്ങുന്നു. പിരിവന്ന ലക്ഷ്യത്താലെ പ്ലെയിനും കേറി 79 പരിപാടി. കത്തുന്ന ഏറ്റു സമസ്തയിലേക്കുടനടി, കുറിക്കല്ല ബിദ്അത്തിനെതിരിൽ ഒരു വരി. ബിദ്അത്തിനെതിരിൽ വന്നതാണ് സമസ്ത. ഏപ്പിന്റെ ഉള്ളിലുള്ളൊരവസ്ഥ. കുവൈത്തിലേക്ക് മൂപ്പരൊന്ന് പറന്ന്, ഐക്യത്തിനുള്ള കരാറിൽ ഒപ്പിടുന്നു. പണമാണ് വേണ്ടത്, ആദർശം അതിനില്ല. പ്ലെയിൻ കേറിപ്പോയാൽ സുന്നിസം പിന്നില്ല. അറാദിലെത്തി ഒരു ദിനം ജുമുഅക്ക്, അത് സലഫിയാക്കൾക്കുള്ള മസ്ജിദകത്ത്. വാളില്ല മഹ്ശറ വിളിയതും അവിടില്ല. അവിടത്തെ ജുമുഅയിൽ വനിതകൾ ഒഴിവില്ല. ഇത് മുഴുവൻ സുന്നത്തിനെതിരാ കൂട്ടരെ, പണം കിട്ടുമെങ്കിൽ ജായിസാക്കും മൂപ്പരെ. പൊന്നാനിയിൽ വന്നല്ലോ ഏപ്പി ഒരു ദിനം, പുതുതായി പള്ളിക്കുള്ളതാണ് ഉദ്ഘാടനം. ചെയ്തിട്ട് നിസ്കരിക്കുന്നു മഗ്രിബന്ന്, ദിക്റും സ്വലാത്തും ദുആയതും ഒഴിക്കുന്നു. സൊഫിന്റിടക്കുണ്ടറബിയും അരിലന്ന്, പാടില്ലയാൾക്കും കൂട്ട പ്രാർത്ഥനയൊന്ന്. അതിനാലതും ഒഴിക്കുന്നു ഏപ്പിയന്ന്. കണ്ടിട്ട് സകല ജനങ്ങളും നടുങ്ങുന്നു. അനസ് ഇബ്നു മാലിക് എന്ന പള്ളി വന്ന്, പിരിവൊഴികയില്ല ലക്ഷ്യവും മറ്റൊന്ന്. തറാവിഹന്ന് നമസ്കരിച്ചത് 8, ഇശ്റൂന വിട്ട് കളഞ്ഞതെന്തട പോട്ട. സുബ്ഹാന റബ്ബി എന്തിനധികം ഉപമകൾ,
ഇതിനൊക്കെയും പഴി കേൾക്കണമേ സുന്നികൾ. ആദർശം നാവിൻ്റെ അപ്പുറം അവർക്കില്ല, അത് പറയുവാൻ ഒരു കുട്ടിയും അതിലില്ല. മുടിയൊന്ന് കിട്ടി കൊണ്ടുവന്നവർ മർക്കസിൽ, പണമാണ് ലക്ഷ്യം ചോദിക്കല്ലേ സനദതി. ഒരു നീണ്ട പട്ടിക വായിച്ചെന്ന് സദസ്സതി, അറബിക്ക് അസിലുണ്ടെന്നതാണത് സത്യമേ. ഷെയ്ഖാനിയും പറഞ്ഞന്ന് സനദാണെന്ന്, തിരുത്തി പറഞ്ഞു പിന്നെ നസബാണെന്ന്. ഏതാണ് സത്യം ലോകരെ തിരഞ്ഞാട്ടെ, ജനം വിഡ്ഢിയല്ലെന്നുള്ളതൊന്നറിഞ്ഞാട്ടെ. മരിക്കുന്ന ദിവസം ഓർത്തിടുന്നത് നന്ന്, പണവും പ്രതാപവും രക്ഷിക്കില്ലതിൽ നിന്ന്. തിരുദൂതരെ കൊണ്ടുള്ള കളി നന്നല്ല, പിരിവൊന്ന് കൊണ്ടും വിജയവും വരുന്നില്ല. പണമുണ്ട് എങ്കിൽ മാന്യനോ കാറൂന, മറക്കല്ലേ അവനും മാറിയില്ലേ നിന്യനായി. ഇത് മുത്തഖീങ്ങൾക്കുള്ള പാദ സമസ്ത, മുത്തകബ്ബിരീങ്ങൾക്കപ്പുറത്തൊരവസ്ഥ. മനസ്സുകൾ കോർക്കാൻ നടത്തിയ യാത്ര, ഇവരാണ് ഐക്യം തകർത്തതെന്നൊരു വാർത്ത. വീണ്ടും നടത്തുന്നുണ്ടടോ ഒരു യാത്ര, തട്ടിപ്പിനെതിരാണെന്നതാണൊരു വാർത്ത. അരകോടി തട്ടിയിട്ടാണെടോ ഈ പോക്ക്, പണം തട്ടുവാൻ ഇനിയും പിടിക്കൊരു ചാക്ക്. സമസ്ത തൻ തുടക്കം മുതൽ മരണം വരെ ഒരു ഹാദിമായി വർത്തിച്ചതല്ലേ ലോകരെ. മൗലാന കണ്ണിയത്തവർ ഗുരുനാഥര, മറക്കാൻ കഴിയില്ലാർക്കുമേ ആ പ്രാർത്ഥന. സമസ്തക്ക് കേസ് കൊടുത്തവർക്കെതിരായി, മുഖം കെട്ടി പോകട്ടെന്നവർ ഉരയായി. അത് റബ്ബ് കേട്ടെന്നുള്ളതും ഹക്കാണ്, പല ചേലിലായി കാണുന്ന വസ്തുതയാണ്. ഉലമാക്കളിൽ ശംസായ ശൈഖുനൈക്കെ, എപിക്ക് ഉസ്താദായി വന്നവർ കേക്കെ. അവരിരുവരും അതുപോലെയുള്ളുലമാക്കളും കൈവിട്ടൊഴിച്ചവരാണ് പിന്നെ ജനങ്ങളും. ഗുണമാഗ്രഹിക്കുന്നവരുടൻ വിട്ടല്ലോ, ഖേദം പറഞ്ഞ് റബ്ബിലേക്കടുത്തല്ലോ. പണം കിട്ടുവാനായി വേല പലതും കാട്ടും, അതിലേക്ക് സാധുജനങ്ങളെയും കൂട്ടും. മടിയില്ല കള്ളം പറയുവാനായി തീരെ, മറിമായവും കാട്ടുന്നതാണറിവീരെ. സമുദായ സ്നേഹം ലക്ഷ്യമുണ്ടോ എങ്കില്, സദയം അണിചേരൂ സമസ്ത തൻ പിന്നില്. 26 വന്നതാണ് സമസ്ത, അതിലന്ന് തൊട്ടുലമാക്കളനവധി മൗത്ത. മഫീറത്തേകി തുണക്ക് നീ മന്നാനെ, മർഹമത്തും നീ നൽകണേ ഹന്നാനെ. സയ്യിദ് മുല്ല കോയ തങ്ങൾ വരക്കലും
പറവണ്ണ പതിയും പിന്നെ ശൈഖുന പാങ്ങിലും ബീവീവ കുത്തുബി പിന്നെ ബാഫഖിതങ്ങളും നിസ്വാർത്ഥരായി ഖിദ്മത്ത് ചെയ്തവരാണ് കോട്ടുമല CH വാണിയമ്പലം എമ്മമ്മിനെയും ഓർത്തിടുമ്പോൾ നൊമ്പരം. ശൈഖുന കണ്ണീയത്ത് വാഴക്കാട് മൗത്തായി PMS പാണക്കാട് ശൈഖുൽ ഹദീസായി കീർത്തി പെറ്റവർ കേസി കർമ്മഫലം കണ്ടുപോയവർ കേട്ടി. മറക്കാത്ത മുഖവും നാമമാണ് നാട്ടിക എണ്ണിപ്പറഞ്ഞാൽ തീരുകില്ലി പട്ടിക. പൊറുക്കന്റെ റബ്ബേ കുല്ലിലും